മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കേസിൽ കുടുങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം അക്രമത്തിലൂടെ CPM കാണിച്ചത്. തങ്ങളുടെ പാർട്ടിക്ക് നേരെയുള്ള അക്രമമായിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെയുള്ള ഒരു കയ്യേറ്റമായിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെയുള്ള ഒരു EDയുടെ നിലപാടായിട്ടാണ് അവർ പിണറായി വിജയന്റെ വീട്ടിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അതുപോലെ തന്നെ CMRL ഓഫീസുകളിലൊക്കെ തന്നെ നടത്തിയ റെയ്ഡിനെ അവർ എതിർത്തത്. അതുകൊണ്ട് ശാരീരികമായിട്ട് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനാണ് CPM ശ്രമിച്ചത്. അപ്പം സത്യത്തിൽ CPM കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ CPMന്റെ പല ഹാൻഡിലുകളിലും അതേപോലെ തന്നെ CPM അനുകൂല മാധ്യമ പ്രവർത്തകരൊക്കെ പുതിയൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പിണറായി വിജയനോട് പാർട്ടിക്കാർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിണറായി വിജയന്റെ LDF പരാജയപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ED റെയ്ഡ് നടത്തിയതോടുകൂടി പാർട്ടിക്കാർ മുഴുവൻ പിണറായി വിജയന്റെ കൂടെ കൂടിയിരിക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനമാണ് അവർ നടത്തുന്നത്. ഇത് പൂർണ്ണമായിട്ടും അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായൊരു നെറേറ്റീവ് ഒരു മാധ്യമ പ്രവർത്തകരും അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലെ ആളുകളൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ബോധപൂർവമായൊരു നെറേറ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനു മുമ്പും CPMന് വൻതോതിൽ ആളുകളെയൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് വൻതോതിൽ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ആളുകളൊന്നും തന്നെ CPMന് വോട്ട് ചെയ്തില്ല. ഇപ്പൊ തന്നെ CPMന്റെ നേതൃത്വത്തിന്റെ നിർബന്ധം മൂലം ജാഥയ്ക്ക് വരേണ്ടി വന്ന ഈ ആളുകളൊന്നും തന്നെ ഒരുപക്ഷെ CPMനെ വോട്ട് ചെയ്ത ആളുകളാവണമെന്ന് തന്നെ ഇല്ല. അപ്പൊ ഇവിടെ പിണറായി വിജയന്റെ കൂടെ ആണ് ആളുകൾ എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. കാരണം ഏതാനും കുറച്ച് പാർട്ടിയുടെ സൗജന്യങ്ങൾ ലഭിക്കുന്ന പാർട്ടി MLAമാര്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ കിട്ടിയ ആളുകളൊക്കെ തന്നെയുള്ള ആളുകളാണ് ഇന്നലെ പല സ്ഥലത്തും പ്രകടനത്തിനൊക്കെ വന്നത്. അതൊരു പാർട്ടി ആഹ്വാനം ഉണ്ടാകുന്ന സമയത്ത് അവർ വരുന്നതാണ്. പക്ഷെ പാർട്ടിയുടെ അനുഭാവികൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് വ്യക്തമായിട്ടും ഒരു അഴിമതി കേസാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പിണറായി വിജയന് ഗുണം കിട്ടുക എന്നുള്ളതാണ് ഈ വിശദീകരിക്കുന്ന ആളുകൾ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടത്. എങ്ങനെയാണ് പിണറായി വിജയന് ഗുണം കിട്ടുക? കാരണം പിണറായി വിജയന്റെ മകൾ അന്യായമായ പണം വാങ്ങി എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചതാണ്. അവർ കോടതി മുമ്പാകെ, അന്വേഷണ ഏജൻസി മുമ്പാകെ സമ്മതിച്ചാണ് തങ്ങൾ യാതൊരു ജോലിയും ചെയ്തു കൊടുത്തില്ല, യാതൊരു സേവനവും CMRLന് ചെയ്തു കൊടുത്തില്ല. പക്ഷെ CMRL തങ്ങൾക്ക് പണം നൽകിയത് ബാങ്ക് അക്കൗണ്ടിലൂടെ വന്ന പണമുണ്ട്, അല്ലാത്ത പണമുണ്ട്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടും ഇവിടെ SFIO അന്വേഷണത്തിനകത്ത് അവരുടെ റിപ്പോർട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഇവിടുത്തെ ഭരണാധികാരി ഏറ്റവും ഉന്നതമായ സ്വാധീനമുള്ള ആളുടെ ആ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീണ വിജയന് പണം കിട്ടുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ്, ഭരണാധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ആ ഭരണാധികാരത്തിന്റെ ഗുണം പറ്റുന്ന ഒരു വ്യവസായിയിൽ നിന്ന് അതിന്റെ പേരിൽ പണം വാങ്ങുകയാണ്. അത് വീണ വിജയന്റെ പേരിൽ വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരുപാട് കേസുകളായിട്ട് അവർ പോയത്. എങ്ങനെയൊക്കെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നിരവധി കേസുകളാണ് അവർ നടത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരെയൊക്കെ തന്നെയാണ് ഈ CMRL കേസിൽ പിണറായി വിജയനെയും വീണ വിജയനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ SFIO വീണ വിജയനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നു. മറ്റ് ED അന്വേഷണം തുടങ്ങിയാൽ ഉടൻ തന്നെ പിണറായി വിജയനും വീണ വിജയനും ഒക്കെ അകത്താകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അത്രയും വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് അവർക്കെതിരെയുള്ളത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 200ഓളം രേഖകൾ ED പിടിച്ചെടുത്തു കഴിഞ്ഞു. 18.36 കോടി രൂപയുടെ മൂല്യമുള്ള 242 അക്കൗണ്ടുകൾ അവർ മരവിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും വിദേശത്തൊക്കെ ഇവർക്ക് പല അക്കൗണ്ടുകളുണ്ട്, സ്വകാര്യ ബാങ്കിലൊക്കെ ഇവർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും സ്രോതസ് വെളിപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇത് ഈ PMLA കേസ് വഴി എവിടെയാണ് ഈ പണം പോയത്, ഈ കരിമണൽ കർത്ത CMRL നൽകിയ പണം എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജനത്തിന് ഇത് മനസ്സിലായി എന്നുള്ളതാണ്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അഴിമതി നടത്തുന്ന ആളുകളെ ജനത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. പിണറായി വിജയനെ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം കുറച്ച് ആളുകളെ അവിടെ ഇവിടെയും കൊണ്ട് പ്രകടനം നടത്തിച്ചത് കൊണ്ടൊന്നും, തമ്മാടികളെ ED എന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും ജനം പിണറായി വിജയനെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. പിണറായി വിജയനെ ജനം എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റത്. ആ ആളുകൾക്കുള്ളൊരു അംഗീകാരം കൂടിയാണ്. കാരണം നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്.
EDയുടെ അന്വേഷണം വന്നിരിക്കുന്നത്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ അന്വേഷണത്തിൽ അന്ന് പ്രതിപക്ഷമായിരുന്ന, ഇന്ന് ഭരണകക്ഷിയായിരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ വരെ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പലപ്പോഴും EDക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തതും, അതേപോലെ തന്നെ ഒരു അന്വേഷണ ഏജൻസിയുടെ, കേന്ദ്ര തലത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ വാഹനം അടിച്ചു തകർക്കുകയും അതിലെ ഡ്രൈവറെ പരിക്കേൽപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരെ തടയുകയൊക്കെ ചെയ്തിരുന്ന ഗുണ്ടകൾക്കെതിരായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കാത്തതും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ഒരു ഒത്താശ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രകടമാവുന്നത് ജനവികാരം പിണറായി വിജയന് എതിരാണെന്നാണ്. അപ്പോൾ പിണറായി വിജയനെ ഇപ്പം പല മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ തന്നെ CPM അനുകൂലികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ആ ചാനലിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് പിണറായി വിജയന് അനുകൂലമായ, ഇതുവരെ പിണറായി വിജയനെ എതിർത്തിരുന്ന ആളുകളൊക്കെ തന്നെ ED അന്വേഷണം വന്നതോടുകൂടി, അല്ലെങ്കിൽ റെയ്ഡ് വന്നതോടുകൂടി പിണറായി വിജയനെ അനുകൂലമായിരിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായ വികാരമാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അതേപോലെ തന്നെ ഈ കേസുകളിൽ നിന്ന് ഇനി പിണറായി വിജയനും വീണ വിജയനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ്.